വെൽക്കം ടു ഓണം ഗെറ്റ് റെഡി വിത്ത് മീ. എന്തായാലും അമ്പലത്തിൽ പോകുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു മേക്കപ്പ് ലുക്ക് ഒന്നും ചെയ്യാൻ. കുറേ നാളായിട്ട് ഞാൻ മേക്കപ്പ് ലുക്ക് ഒന്നും വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുഞ്ഞു കുഞ്ഞു മേക്കപ്പ് വീഡിയോസ് ആണ് ഞാൻ ചെയ്തത്. അതിനുശേഷം ഞാൻ ഇതുവരെയും മേക്കപ്പ് ട്യൂട്ടോറിയൽസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഒരുങ്ങുന്നുണ്ടല്ലോ, ഒരുങ്ങുന്നത് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം. ആദ്യം ഞാൻ ടോണറാണ് യൂസ് ചെയ്യുന്നത്. ഇത് മാക്കിൻ്റെ ഒരു ടോണറാണ്. അടിച്ചു കൊടുക്കാം. അയ്യോ, ലോക്കായി. ബാക്ക്ഗ്രൗണ്ട് ഒന്നും നിങ്ങൾ നോക്കണ്ട, കാരണം ഞാൻ എല്ലാം വാരി വലിച്ചിട്ടേക്കുവാണ്. സ്പേസ് ഭയങ്കര കുറവാണല്ലോ. ടോണറൊന്ന് അബ്സോർബ് ആവട്ടെ. പിന്നെ ഞാൻ മോയ്സ്ചറൈസിങ് ക്രീമാണ് ഇടുന്നത്. ഞാൻ PSCയുടെ അക്വാബ്ലാസ്റ്റ് ആണ് ഇടുന്നത് കേട്ടോ. ഇത് കുറേ വർഷമായിട്ട് ഞാൻ അക്വാബ്ലാസ്റ്റ് തന്നെയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ തീർന്നു, ഇത് കംപ്ലീറ്റ് ആയി. എന്തായാലും ഇതിൻ്റെ എക്സ്പയറി ആയിട്ടില്ല. എന്തായാലും എക്സ്പയറിക്ക് മുന്നേ അത് കഴിഞ്ഞു. നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. എല്ലാ സ്കിൻ ടോണിനും ചേരും എന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എൻ്റെ സ്കിന്ന് ഇവിടെ വെച്ചിട്ട് നല്ല ചിലപ്പോൾ ഡ്രൈനെസ് ഒക്കെ കാണിക്കാറുണ്ട്. പക്ഷെ ഇവിടെ കുറച്ച് നമ്മൾ AC ഒക്കെ ഇട്ടിട്ടിരിക്കുന്നുണ്ടായിരിക്കും. പുറത്തോട്ട് പോകുന്ന സമയത്ത് ഓയില് പുരട്ടി വെച്ചേക്കുന്ന പോലെ ഉണ്ടാവും. ഞാൻ പുറത്ത് പോകുമ്പം ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇനി സിമ്പിളിന്റെ ലൈറ്റ് മോയ്സ്ചറൈസിങ് ക്രീം മേടിക്കണം പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇത് തീർന്നു. എനിക്ക് വേണ്ട. നല്ല ടേസ്റ്റ്. മേക്കപ്പ് എന്ന് പറയുന്നത് ചിലരുടെ ജോലിയാണ്. പിന്നെ നമുക്കൊന്ന് ഫ്രഷ് ആയിട്ടിരിക്കാം, നമുക്കൊന്ന് എന്താ പ്രസന്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത്. ചിലർക്ക് അങ്ങനെ മേക്കപ്പ് ഇട്ടാലേ പറ്റത്തുള്ളൂ. നമ്മൾ കാണുമ്പോൾ, പുറത്തുനിന്ന് കാണുമ്പോൾ ജഡ്ജ് ചെയ്യും. അയ്യോ, എന്തിനാ ഇത്രയും പൊട്ടിയടിക്കുന്നതെന്നൊക്കെ. അവരുടെ ഓരോരുത്തരുടെ പ്രൊഫഷൻ്റെ ഭാഗവും കൂടിയാണ് മേക്കപ്പ്. 6 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സൺസ്ക്രീനാണ്. അപ്പം ഞാൻ അതും കൂടി യൂസ് ചെയ്തിട്ടാണ് പോകുന്നത്. നല്ല അടിപൊളി സൺസ്ക്രീനാണ്. കുറച്ച് വൈറ്റ് കാസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഞാൻ വേറെയൊക്കെ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇത് തന്നെയാണ് ബെറ്റർ ആയിട്ട് തോന്നിയത്. ഇത് ജെല്ലാണ്. ഇത് ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ക്രീം അല്ല, ഇത് ജെല്ലാണ്. എനിക്ക് ഡോക്ടർ തന്നതാണ്. ഈ സൺസ്ക്രീൻ ഇടുക എന്ന് പറയുമ്പം കുറച്ച് ഇത് കണ്ടോ, ഒരു പുട്ടി അടിച്ച പോലത്തെ ഒരു പ്രേതമായി ഞാൻ. ഇനി ഇത് കുറച്ച് കഴിയുമ്പോൾ പോവും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. യൂസ് ചെയ്യുന്ന സ്മാഷ് ബോക്സിന്റെ പ്രൈമറാണ്. ഇത് കുഞ്ഞി പ്രൈമറാണ്. ഇത് നല്ല റേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ കല്യാണത്തിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. പക്ഷെ ഇത് നല്ല റേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇച്ചിരിയേ ഉള്ളൂ. ആ റേറ്റ് അത്രയും നല്ല പെർഫോമൻസ് ഒക്കെ തന്നെയാണ്. എനിക്ക് മെയിനായിട്ട് എനിക്ക് ഈ ഭാഗങ്ങളിലൊക്കെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ എനിക്ക് ഓയിൽ വരും. ഞാനിത് ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൺട്രോൾഡ് ആകുമ്പോൾ നമ്മുടെ മേക്കപ്പ് കുറച്ചും കൂടിയൊക്കെ ലാസ്റ്റ് ചെയ്യും. എനിക്കങ്ങനെ വലിയ റിങ്കിൾസ് ഇല്ലെന്നാണ്, ചെറിയ ഫൈൻ ലൈൻസ് ഒക്കെ ഉണ്ട് നെറ്റിയിൽ. കുരുക്കൾ വന്ന പാട് ഒക്കെയാണ് പ്രശ്നങ്ങൾ. ഞാനിപ്പോൾ എൻ്റെ സ്കിൻ കെയർ ഭയങ്കര കുറവാണ്. ഒരു സമയത്ത് ഭയങ്കരമായിട്ട് എൻ്റെ സ്കിന്ന് ഡള്ളായി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോഴത്തേനാണ് മേക്കപ്പ് കോഴ്സ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ സ്കിൻ കെയർ ചെയ്തും ഡയറ്റൊക്കെ ചെയ്ത് നല്ല രീതിക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പം പിന്നെയും പോയി. ആദ്യമൊക്കെ എൻ്റെ സ്കിന്ന് ഫുള്ള് പിഗ്മെൻ്റ് ആയിരുന്നു, നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു. ഇപ്പം കുറഞ്ഞു എൻ്റെ പിഗ്മെൻറ്റേഷൻ. ഇത് ഐ പ്രൈമറാണ്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെയാണ് ഐ പ്രൈമറാണ്. നമ്മുടെ മുഖത്ത് ചെയ്യുമ്പോൾ കൈ നല്ല കഴുകിയിട്ട് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ വേറൊരാളെ മുഖത്ത് ചെയ്യുമ്പോൾ നമ്മൾ ബ്രഷ് യൂസ് ചെയ്യണം. യെസ്, കൈ കൊണ്ട് മാക്സിമം ഇതാക്കാതിരിക്കും. ഇത് കണ്ടോ, നല്ല പിഗ്മെൻറ്റേഷനാണ്. അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. എൻ്റെയൊക്കെ കുറച്ച് ഓയിലിയാണ്, ഇവിടെ നല്ല ഓയിലിയാണ്. ഇതിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടിയൊക്കെ ലാസ്റ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിടുന്നത്. നല്ലതാണ്. നിങ്ങൾക്കൊരു ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബ്രാൻഡുമാണ് സ്വിസ് ബ്യൂട്ടിയുടെ. ഞാൻ ഈ 2 പാലറ്റ് വെച്ചിട്ടാണ് ഐ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ലൈറ്റ് കളർ ആദ്യം കൊടുത്ത് നല്ലൊരു പാലറ്റാണ് ശുദ്ധയുടെ. ഞാൻ ഓഫറിന് വാങ്ങിച്ചതാണ് പകുതി റേറ്റിന്. നിങ്ങൾ നൈക്കയിലൊക്കെ ഓഫർ റേറ്റിനുണ്ടെങ്കിൽ നോക്കി വെച്ചോ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് മേടിച്ച ഒരു പാലറ്റാണത്.
ഒരു ഡാർക്കർ ഷെയ്ഡ് ഞാൻ എടുക്കുവാണ്. എന്നിട്ട് ക്രീസ് ഒന്ന് കട്ട് ചെയ്യാം. എൻ്റെത് കുറച്ച് ഹുഡഡ് ഐസ് ആണ്. അതൊന്ന് ഡെപ്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ചൊന്ന് ഡാർക്കർ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. കണ്ണിന്ന് ഞാൻ അത്യാവശ്യം എഴുതാം, വാലിട്ട് എഴുതാമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറേ നാളായിട്ട് ഞാൻ വാലിട്ടൊന്നും കണ്ണെഴുതുന്നില്ല. അപ്പോൾ എനിക്ക് എഴുതാനുള്ളൊരാഗ്രഹം. ഇന്ന് സാരി ആണല്ലോ. എനിക്ക് സാരി ഉടുക്കാൻ വലിയൊരു ഐഡിയ ഇല്ല കേട്ടോ. നല്ല ടൈം എടുക്കും. ഞാൻ പഠിച്ചതാണ്, പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് ഉടുക്കാനും അറിയത്തില്ല, മറ്റുള്ളവർക്ക് ഉടുപ്പിക്കാനും അറിയത്തില്ല. സാരി ഉടുക്കാന്ന് പറയുന്ന ഒരു കഴിവാണ്. എനിക്ക് ആ കഴിവ് കുറവാണ്. ഇന്ന് കുറേ അക്ഷരമാലകളുടെ ഒരു സാരിയാണ്, ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത ഒരു സാരിയാണ്. അത് ഓണം സാരി എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ഷോപ്പിലൊക്കെ പോയി നോക്കി. പക്ഷെ ഒന്നുകിൽ റേറ്റ് കൂടുതലായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അത്ര സിമ്പിളായിരിക്കും, ഒരു രസമില്ലായിരുന്നു. അപ്പോൾ അതാ നോക്കിയപ്പോൾ ആമസോണിൽ ഞാൻ പക്ഷെ ഒരിക്കലും വിചാരിച്ചില്ല ആ സാരി നല്ല ഭംഗി ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. ജസ്റ്റ് അത് ഓർഡർ ചെയ്തതാണ്. വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു സാരി. മാർസിൻ്റെ ആണ്. ഇത് ഞാൻ സിമ്പിളായിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്നത് ഐഷാഡോ പാലറ്റാണ്. നല്ലതാണ് ഇത്. ഇതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബ്രൗൺ ഉണ്ട്. ഇതായിട്ട് വെക്കാം. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഞാൻ ബാക്ക് ക്യാമിലാണ് എടുക്കുന്ന. ചേട്ടൻ്റെ മൊബൈലാണിത്. എൻ്റെ മൊബൈൽ ചാർജിന് ഇട്ടേക്കുവാണ്. ഞാനൊരു ഈ ഒരു ബ്ലാക്ക് കളറ് എടുക്കുവാണ്. ഇവിടെ കുറച്ചൊന്ന് എഴുതി കൊടുക്കുക. ഒരു ചെറിയൊരു ഷെയ്ഡ് കൊടുക്കുക. ബ്രഷ് ആണെങ്കിൽ നല്ലതാണ്. എൻ്റെ പോയിൻറ്റഡ് എവിടെയോ ആയിപ്പോയി. സാധാരണ പോയിൻറ്റഡ് ബ്രഷിലാണ് ഞാൻ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്തത്, കാരണം ഞാൻ കണ്ണ് എഴുതി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കണ്ണ് എഴുതിയൊരു ഫീൽ വരും. കാണുന്നുണ്ടോയെന്ന് അറിയില്ല, കാരണം വെട്ടം ഭയങ്കര കുറവാണ്. ഗോൾഡൻ ഷെയ്ഡ് കൊടുക്കാം. സാരി ഗോൾഡല്ല, എന്നാലും ചെറിയൊരു ഗോൾഡാണ്. ബ്ലൗസ് ഗോൾഡല്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. കുറച്ച് എടുക്കുന്നുള്ളൂ ഞാൻ. ഇത് നല്ല പാലറ്റാണ്. റേറ്റും കുറവായിരുന്നു ഞാൻ മേടിക്കുന്ന സമയത്ത്. അപ്പം ഞാൻ മേടിച്ചിട്ട് കുറച്ചായി. ഇത് ഞാൻ ഇവിടെ നിന്ന് കണ്ണെഴുതാൻ വേണ്ടി മേടിച്ചതാണ്. ഇത് എസെൻസിൻ്റെ ഒരു മസ്കാരയാണ്. ഞാൻ മസ്കാര മേടിച്ചിട്ടുണ്ടായിരുന്നു, കാരണം എൻ്റെ മസ്കാര എക്സ്പയറായി. മസ്കാര എപ്പോഴും 3 മാസം യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഡേറ്റ് കഴിയും. അതിലെഴുതിയിരിക്കുന്ന ഡേറ്റ് അല്ലെങ്കിലും അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഞാൻ വിങ്സ് ഇട്ടിട്ട് എഴുതട്ടെ. ഫ്ലോർമാർ ഇതാണെന്ന് തോന്നുന്നു എൻ്റെ പ്രൊനൗൺസിയേഷൻ. ഇതാണ് കേട്ടോ. കാണുന്നുണ്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് നല്ല വരയ്ക്കാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും പോയിൻ്റാണ്. ഇതിവിടെ നിന്ന് ഇത് കാരിഫോറിൽ നിന്ന് മേടിച്ചതാണ്. നല്ല ബ്രാൻഡ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് തീരുമ്പോൾ ഞാൻ ഇനിയും പോയി മേടിക്കും. ഇതൊരു പരിപാടിയതാണ്, നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ടത്. വേറെ മേടിക്കേണ്ട സമയമായി. ഇതിൻ്റെ ബ്രാൻഡ് ഏതായിരുന്നു എന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല. ഫസ്റ്റ് ചെയ്യുകയും ചെയ്യും, അങ്ങനെ സ്പ്രെഡ് ആവത്തുമില്ല. കുഞ്ഞു കണ്ണാണെങ്കിൽ നമ്മൾ ഇവിടെ എഴുതരുത്. അതിന് പകരം നിങ്ങൾക്ക് ഇതുപോലെ ഒരെണ്ണം മേടിക്കാൻ കിട്ടും. ഇത് PSCയുടെ ആണ്. ഇത് ശരിക്കും വൈറ്റ് അല്ല, സ്കിൻ കളറാണ്. ഞാൻ എഴുതി കാണിച്ചു തരാം. ഇത് എഴുതിയെന്ന് അധികം കണ്ടോ തോന്നത്തില്ല. നമ്മളെ കണ്ണ് കുറച്ചും കൂടി വലുതാക്കി കാണിക്കും. വൈറ്റ് വാങ്ങരുത്. വൈറ്റ് വാങ്ങിച്ചാൽ കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്യും. ഇത് സ്കിൻ കളറാണ്. ഇത് എനിക്ക് വേണ്ടത്. ഞാൻ ഇത് പഠിക്കുന്ന സമയത്ത് മേടിച്ചതാണ്. എൻ്റെ കണ്ണ് നോർമൽ കണ്ണായതുകൊണ്ട് ഞാൻ അകത്തെഴുതും. മസ്കാര ഇട്ട് കൊടുക്കാം. എസെൻസിൻ്റെ മസ്കാരയാണ്. ഞാൻ 3 മാസം കഴിയുമ്പോൾ എന്തായാലും മാറ്റണം. ഇല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ നല്ല പ്രശ്നം വരും, കുരു വരും, എന്തെങ്കിലുമൊക്കെ ഭയങ്കര ഇൻഫെക്ഷൻ വരും കേട്ടോ. ഒരാൾ യൂസ് ചെയ്യുന്ന മസ്കാര മറ്റൊരാൾ ഇതേപോലെ കൊണ്ടുവന്ന് യൂസ് ചെയ്യാൻ പാടില്ല. താഴെയും നമ്മൾ ഇട്ട് കൊടുക്കണം മസ്കാര. കണ്ണൊന്ന് സെറ്റായി. ഇനി ഞാനൊന്ന് കൺസീൽ ചെയ്യട്ടെ. ഇവിടെയൊക്കെ വലുതായിട്ടില്ല. യൂട്യൂബ് കൂടിപ്പോയി, സാരമില്ല. ഇവിടെ വലുതായിട്ടില്ല, എന്നാൽ ചെറിയൊരു തോതിലുണ്ട്. പിന്നെ എനിക്ക് കൂടുതലും കണ്ണിൻ്റെ ഈ ഭാഗത്ത് മൂക്കൊന്ന് ബ്രൈറ്റൻ ചെയ്യിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഇട്ട് കൊടുക്കും. കുറച്ച് ഞാൻ അവിടെ ഇട്ട് കൊടുക്കുക. എനിക്കിവിടെ കുറച്ച് ഇതുണ്ട്.
ടാനോ പിഗ്മെൻറ്റേഷൻ ടാൻ കൊണ്ട് വീണ കുറച്ച് പിഗ്മെൻറ്റേഷൻസ് ഉണ്ട്. ഇവിടുത്തെ വെയിൽ അത്ര രസമല്ല. എന്തൊക്കെയോ കൊണ്ട് മുറിഞ്ഞ പാടുകൾ, കുരു വന്ന പാടുകൾ ഒക്കെ ഉണ്ട്. പീരീഡ്സിന് കുരു വരുമല്ലോ, ആ പാടുകൾ. ക്രീം പോലെ തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. എല്ല ഗേളിൻ്റെ തന്നെ കറക്ടറാണ് യൂസ് ചെയ്യുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറക്ടറാണ്. ഞാൻ ഈ നൈക്കയുടെ കറക്ടറും പാലറ്റാണ് ഇത് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് സിമ്പിളായിട്ടൊക്കെ പോകണം, ഒരുപാട് കറക്ടറൊന്നും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് നല്ലതാണ്. ഇതിൻ്റെ ഈ കറക്ടർ എല്ല ഗേളിൻ്റെ അതിൻ്റെ തന്നെ ഒരു കൺസീലറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പ്യുർ ബേജ് എന്നാണ് അതിൻ്റെ ഷെയ്ഡിൻ്റെ പേര്. ഇത് ഞാൻ കൈകൊണ്ട് തന്നെയാണ് എടുക്കുന്നത്, കാരണം ഇതൊന്ന് ഡെപ്പോസിറ്റ് ആവണമല്ലോ. എനിക്ക് ഈ ഒരു കറക്ടറും ഈ ഒരു കൺസീലറും ഭയങ്കര ഇഷ്ടമാണ്. എനിക്കത് ഞാൻ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയ സമയം മുതൽ എനിക്കത് സെറ്റായി. പിന്നെ എനിക്കത് മാറ്റിയിട്ട് അങ്ങനെ ലിക്വിഡാണ്, എൻ്റെ സ്കിന്നിന് അത് ഓക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ എപ്പോഴും യൂസ് ചെയ്യുന്നത്. എപ്പോഴും ഞാൻ അത് തന്നെ യൂസ് ചെയ്യുന്നത്. പിന്നെ എനിക്കൊരു മാറ്റം എന്ന് പറയാനായിട്ട് ഞാൻ ഈ നൈക്കയുടെ പാലറ്റ് മാത്രമേ യൂസ് ചെയ്യുന്നത്. മേക്കപ്പ് ഇടാൻ തുടങ്ങുമ്പോൾ ഒരു ലിപ് ബാമോ അല്ലെങ്കിൽ ഇതുപോലെ ലിപ്പ് ഓയിലോ എന്തെങ്കിലും യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ലിപ്പ് ഇതായിപ്പോവും, ഡ്രൈ ആയിപ്പോവും. പിന്നെ ലിപ്സ്റ്റിക് ഇടുമ്പം എന്തോ ഒരു ഫീലാണ്. എല്ലാത്തിനും ഒരു പ്രപ്പ് ആവശ്യമാണ്. ലിപ്പിനായാലും അൺഡ്രൈ നിങ്ങൾക്ക് പ്രപ്പ് ചെയ്യാം, അൺഡ്രൈ ക്രീമൊക്കെ ഇട്ട് പ്രപ്പ് ചെയ്യാം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ. ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്ന ഫൗണ്ടേഷൻ ലൂമി മാറ്റ് ഫൗണ്ടേഷനാണ്. മെബ്ലൈൻ്റെ തന്നെയാണ്, സൂപ്പർ സ്റ്റാർ റേഞ്ചിലുള്ളത്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് 228 എൻ്റെ പാലറ്റ്, പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള പാലറ്റിൽ കുറച്ചെടുക്കുവാണ്, വളരെ കുറച്ച്, ഒരു പമ്പ്. അത് ഫേസിലത് മതി. എന്നിട്ട് ഇത് ഞാൻ സ്പഞ്ചാണ് ഇപ്പം എടുക്കാൻ പോകുന്നത്, കാരണം എൻ്റെ ബ്രഷൊക്കെ എനിക്ക് കഴുകാനുണ്ട്. വെറുതെ എന്തിനാ ബ്രഷ് ഇപ്പം എടുക്കുന്നതെന്ന് വെച്ചിട്ട് ഞാൻ എടുത്തില്ല. ഇത് നല്ല ഫൗണ്ടേഷനാണ്. നിങ്ങളുടെ ഓക്സിഡൈസ് ആവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ടിൻറ്റോ 2 ടിൻറ്റോ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടുന്നത് അത് കൂട്ടി വേണം നിങ്ങൾ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യാൻ. എൻ്റെത് ഓക്സിഡൈസ് ആവുന്നൊരു ഫേസാണ്. നല്ല സ്റ്റേ ചെയ്യുന്ന ഒരു ഫൗണ്ടേഷനാണ്. ഇതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു സ്പഞ്ച് വെച്ചിട്ട് എടുക്കുമ്പോൾ അതോ ഇതിൻ്റെ കുറച്ചും കൂടി നമ്മുടെ സ്കിന്ന് ക്ലിയർ ആയിട്ട് പുട്ടി അടിച്ച പോലെ ഫസ്റ്റ് തോന്നും. പക്ഷെ നമ്മൾ സ്വെറ്റ് ചെയ്യും, നമ്മൾ ഓയിൽ പ്രൊഡക്ഷൻ വരും, അപ്പോഴത്തേനും നമ്മുടെ സ്കിന്നുമായിട്ട് ഇതൊന്ന് ലയിച്ച് വരും. അപ്പം ആദ്യമേ നിങ്ങൾ വിചാരിക്കരുത് ഇട്ടിട്ട് ഷെയ്ഡ് കറക്റ്റ് അല്ല അല്ലെങ്കിൽ കൂടിപ്പോയി എന്നൊക്കെ തോന്നും. പക്ഷെ കഴുത്തിലിടണം കേട്ടോ മേക്കപ്പ്. ഞാൻ ഇടുന്നുണ്ട്. ഫൗണ്ടേഷൻ ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് സ്റ്റോറേജ് കംപ്ലീറ്റ് ആയി. അപ്പം ഞാൻ സ്റ്റോറേജ് ഫുള്ളായി. നമുക്ക് ബ്ലഷ് ഇടാം. ലാനിയുടെ ബ്ലഷാണേ, നല്ല ബ്ലഷാണ്, അടിപൊളി ബ്ലഷാണ്. ടിഷ്യൂ പേപ്പറിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്യും. എന്നിട്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇടുന്നത്. ഇന്ന് ഞാൻ കുറച്ച് ഇടുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇത് പോവും, കാരണം ഇത് ക്രീമാണല്ലോ. നല്ല ബ്ലഷാണ്, സൂപ്പർ ബ്ലഷ്. ഞാൻ പിക്സിയുടേത് വേണോ അതോ ഈ മിലാനിയുടെ മേടിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം പിക്സി ആകുമ്പോൾ നമുക്കിങ്ങനെ എന്തോ ഒരു രസമുണ്ടല്ലോ, അപ്പോൾ അത് മേടിക്കാമെന്ന് വെച്ചിരുന്നതാണ്. പിന്നെ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സ് മാറിയിട്ട് ഞാൻ ഇത് മേടിച്ചു. പക്ഷെ അത് നല്ലൊരു തീരുമാനമായിരുന്നു. നല്ല ബ്ലഷ് ഞാൻ കുറച്ച് മൂക്കിലും ഇവിടെയൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ ബ്രൈറ്റ് ആയൊരു ഫീൽ, ഒരു തുടുപ്പ് വന്നൊരു ഫീൽ വരും. ഇത് ബ്രോൺസറാണേ. ഇത് PACയുടെ സ്പോട്ട് ലൈറ്റ് ബ്രോൺസറാണ്. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ പറയാം. മൂക്കൊന്ന് കോണ്ടോർ എന്നല്ല, ഇതൊന്ന് ബ്രോൺസ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച്. എനിക്കിങ്ങനെ ഒരുപാട് കുത്തി വരയ്ക്കുന്നതിനെക്കാട്ടിലും ഇത് കുറച്ച് കൂടിപ്പോയി. ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കും മൂക്ക്. പിന്നെ നമ്മുടെ നെറ്റി കുറച്ചൊന്ന് ഞാൻ ചെയ്യും, കാരണം അതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിരിക്കട്ടെ, ഒന്ന് കുറച്ച് കാണിക്കട്ടെ. അടുത്തത് ഒഫ്രയുടെ ഹൈലൈറ്ററാണ്. ഇതെനിക്ക് ജിതീഷേട്ടൻ കൊണ്ടുവന്നത്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഈ കൂട്ടത്തിൽ കിടന്ന് വൃത്തികേടായിപ്പോ. ഇത് പുതിയ ഹൈലൈറ്ററാണ് ഒഫ്ര. ഇത് ചേട്ടൻ ഗിഫ്റ്റ് ചെയ്തതാണ്. ഇത് നല്ല ഹൈലൈറ്ററാണ് കേട്ടോ, നാച്ചുറൽ പോലെ ഇരിക്കും.
ഞാൻ കുറച്ച് മൂക്കിലൊന്ന് ഹൈലൈറ്റ് ചെയ്യും. പിന്നെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വരച്ച് വെക്കത്തില്ല, ഇവിടെയും മാത്രം മതി. അപ്പോൾ നമ്മുടെ മുഖം ഒന്ന് തിളങ്ങും. ഫോട്ടോസിലൊക്കെ നല്ല രസമായിരിക്കും. ഇവിടെ ഇടുക ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് ഇടാം. ഇവിടെയൊക്കെ ഹൈലൈറ്റ് ചെയ്യണം. രാത്രിയിലൊക്കെ ആണെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അത്ര ആവശ്യമില്ല. ലിപ്സ്റ്റിക്കും ഇടണം, ഐബ്രോയും വരയ്ക്കണം. എനിക്ക് നാച്ചുറലായിട്ട് ഐബ്രോ വളരെ കൂടുതലായതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് അനസ്തേസിയ ബൗലി ഹിൽസിൻ്റെ ഒരു ഐബ്രോ ജെല്ലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഡാർക്ക് ബ്രൗൺ ആണ്. ഇത് കുറേ ഉണ്ട്, ഞാൻ കുറച്ചായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. വീട്ടിൽ നിൽക്കുമ്പോഴേ ചില സമയം ഞാൻ യൂസ് ചെയ്യും, എന്തിനാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് ഞാൻ. ഇത് ഒരുപാട് വരച്ച് പഠിക്കണം, അല്ലാതെ ഇത് ഇടാൻ പറ്റത്തില്ല. ഇത് കുറച്ച് പഠിച്ചിട്ടേ ഇടാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ കരി വരച്ച പോലെ ഇരിക്കും. അപ്പോൾ ഇത് ഞാൻ ഇതിലൊന്ന് ഡിപ്പ് ചെയ്യും. എന്നിട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ നിന്ന് വളരെ നൈസായിട്ട് വേണം നമ്മൾ ഈ ബ്രഷ് പിടിക്കുക. ഇത് ആംഗിൾ ബ്രഷാണ്, ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നൊരു ബ്രഷാണ്. അതിൽ ഒരു ഷേപ്പ് കൊടുക്കണം. എനിക്കിപ്പോൾ പുരികം കുറവാണല്ലോ, അപ്പം ഞാനൊരു ഷേപ്പ് കൊടുക്കും. എന്നിട്ട് ഇത് എങ്ങനെയാണോ വേണ്ടുന്നതിൻ്റെ ഷേപ്പ് അതിനനുസരിച്ചൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യും. ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ഇങ്ങോട്ട് പോകണം. ഇവിടെ വന്നാലും കുഴപ്പമില്ല, ഡെപ്പോസിറ്റ് ചെയ്താലും കുഴപ്പമില്ല. ഇങ്ങോട്ട് പോകുമ്പോൾ, അതായത് ഫ്രണ്ട് പോർഷനിലോട്ട് പോകുമ്പോൾ, സ്റ്റാർട്ടിങ്ങിലോട്ട് പോകുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇവിടെ കൈകാര്യം ചെയ്യാൻ. ഇല്ലെങ്കിൽ കരി വരച്ച പോലെ ഉണ്ടാവും. ഓക്കെ, വേണമെന്ന് വെച്ചാൽ നമുക്ക് എവിടെയൊക്കെയാണ് ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ എവിടെ വേണമെന്ന് വെച്ചാൽ അത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെയും കൂടി ഒന്ന് വരയ്ക്കുവാണ്. ഈ പുരുകവും കൂടി, കണ്ണും പുരുകവും വളരെ സമയം എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാം അതുപോലെയാണെന്നുണ്ടെങ്കിൽ കണ്ണും പുരുകവും വളരെ ടൈം എടുത്തോണ്ട് വരയ്ക്കുക. ഇനി ഞാൻ ലിപ്സ്റ്റിക് ഇടാൻ പോവാണ്. ഇനിയാണ് നമ്മളെ ഫൈനൽ ലുക്ക്. അതിന് മുന്നേ ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലൈനറാണ്. അപ്പം ഞാനൊന്ന് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇടും. നമ്മൾ ഇട്ട് വെച്ചേക്കുന്ന ലിപ്പ് ഓയിലോ ലിപ്പ് ബാം എന്തെങ്കിലും അതൊന്ന് റിമൂവ് അല്ല, ജസ്റ്റ് ഇതൊന്ന് ഇതാക്കുക. ഇനി ഞാൻ വരച്ചു കൊടുക്കാൻ പോവാണ്. നമ്മുടെ ലിപ്പ് വരച്ചു കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടി എടുത്ത് നിൽക്കുന്നത്. ഞാനൊരു അടുത്ത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരയ്ക്കുക ആദ്യം, എന്നിട്ട് ഒരു വരയിടുക. എന്നിട്ട് ബാക്കി പോർഷൻ ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ എളുപ്പമാണ്. വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. ഞാൻ മെബിലൈൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. ഇതെനിക്ക് തോന്നുന്നു മേഡീസി ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഷെയ്ഡ്. നല്ല ഷെയ്ഡാണ്. സാരിയുടെ കൂടെയൊക്കെ നല്ല അടിപൊളിയാണിത്. പക്ഷെ ഇത് സാരിയുടെ കൂടെ അടിപൊളിയാണ്. പ്രത്യേകിച്ചും നമ്മളൊരു ഗ്രീൻ യെല്ലോ കളറൊക്കെ സാരി ഉടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും ഇതിടുമ്പോൾ. ഗ്രീൻ കളറാണെങ്കിൽ സാരി, എൻ്റെ ഗ്രീൻ അല്ല, എൻ്റെ ബ്ലൗസ് ബ്ലൂ ആണ്. പക്ഷെ എന്നാലും ഇതൊരു ട്രഡീഷണൽ അറ്റയറിൻ്റെ കൂടെ നല്ലതായിരിക്കും. ഓക്കെ, ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു. ലിപ്സ്റ്റിക്ക് ഇടുമ്പോഴാണ് നമ്മുടെ കളറൊന്ന് ബ്രൈറ്റാണ്. ലിപ്സ്റ്റിക്ക് ഇട്ടു. ഒരു പൊട്ടും കൂടെ വെച്ച് കൊടുക്കാം. ഒരു ഗ്രീൻ കളർ പൊട്ട്. എൻ്റെ ഗ്രീനാണോ കുറച്ചും കൂടി വേറെ എന്തോ ഒരു ഗ്രീനാണ്. അത് ഞാൻ ഈ പൊട്ട് വെക്കാം. എങ്ങനെയുണ്ട് ഈ പൊട്ട്? കൊള്ളാവോ ചേട്ടാ? ഈ പൊട്ട് കൊള്ളാവോ? ഓക്കെ ആണോ? ഓക്കെ ആണെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഞാൻ പൊട്ടൊക്കെ വെച്ച് കൊടുത്തു. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നമുക്കിനി സാരിയൊക്കെ കൊടുത്തിട്ട് കാണാം. അപ്പൊ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ കമ്മലൊക്കെ ഇട്ടു, മാല ഇതെല്ലാം ഇട്ടിട്ടുള്ള ലുക്കാണ്. കുറച്ച് ഞാൻ പോയിട്ട് വന്നിട്ടാണ് ഇത് പറയുന്നത്, കാരണം എനിക്ക് ആ സമയം കിട്ടിയിട്ടുണ്ടല്ലോ. സെറ്റിംഗ് സ്പ്രേ പോലും അടിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ സെറ്റിംഗ് സ്പ്രേ ഭയങ്കര സ്വെറ്റ് ചെയ്യുന്ന സമയത്താണ് സെറ്റിംഗ് സ്പ്രേ അടിച്ചിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ മേക്കപ്പ് ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ഒക്കെ ആയി, കുറച്ച് സമയമല്ലേ ഉള്ളൂ. ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും സെറ്റിംഗ് സ്പ്രേ നിങ്ങൾ ചെയ്യണം കേട്ടോ. സെറ്റിംഗ് സ്പ്രേ അടിക്കണം. ഞാൻ യൂസ് ചെയ്യുന്ന സെറ്റിംഗ് സ്പ്രേ PHയുടെ പാക്കിൻ്റെയാണ്. നല്ല ഗ്ലോ കിട്ടുന്ന ഒരു തരം സെറ്റിംഗ് സ്പ്രേ ആണ്. അപ്പോൾ
ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളിൽ ഇരിക്കുന്ന പ്രോഡക്റ്റ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ഞാൻ കുറച്ച് വിങ്സും ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.